നോക്കൂ, ജണ്ടവരിശ ഫിംഗറിങ്. ഇവിടെ നമ്മള് സാരി ഗാമ എന്ന് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കുന്ന അതേപോലെ ആണ് നമ്മള് പദനിസ എന്ന് ഒന്നാമത്തെ കമ്പിയിൽ വായിക്കുന്നത്. ഈ പദനിസ എന്ന് ഒന്നാമത്തെ കമ്പിയിൽ വായിക്കുന്ന അതേ രീതിയിൽ തന്നെ മൂന്നാമത്തെ കമ്പിയിൽ പാദനിസ എന്ന് വായിക്കാം. അപ്പോ ഇവിടെ ഒരു സ ഉണ്ട്, മനസ്സിലായോ? പാദനിസ മൂന്നാമത്തെ കമ്പിയിൽ. അപ്പൊ അത് ഇവിടെ മാ എന്ന് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കുന്ന അതേ അളവിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ സ നമ്മൾ ആ ജണ്ട വരിച്ച വായിക്കുമ്പോ ഇവിടെ ഈ സ വായിക്കണം, മൂന്നാമത്തെ കമ്പിയിൽ സ എന്ന് വായിക്കണം. ഈ സെക്കൻഡ് ഫിംഗറിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ വെക്കണം. സ എന്ന് വായിച്ചിട്ട് അപ്പോ രീ രണ്ടാമത്തെ കമ്പിയില്, ഗാ രണ്ടാമത്തെ കമ്പി, മൂന്നാമത്തെ കമ്പിയിൽ പതിവ് പോലെ ബസാരി ഗാമ. ദെൻ ഈ തേർഡ് ഫിംഗർ പതുക്കെ ഒന്ന് ഉയർത്തിയിട്ട് അല്പം പോലും വൈകാതെ ഈ പെരുവിരലും സെക്കൻഡ് ഫിംഗറുമായിട്ട് ഇവിടെ ഈ സ്റ്റോപ്പറിന്റെ അടുത്ത് വരുമ്പോഴേക്കും പ എന്നാവും. അപ്പൊ സാരി ഗാമ പ. ഈ വിരല് ഒരുമിച്ച് തന്നെ വരണം. സാരി ഗാമ. ഈ പെരുവിരലും സെക്കൻഡ് ഫിംഗറും കൂടെ ഒരുമിച്ച് ഇവിടെ വരണം. അപ്പോ ഈ പെരുവിരൽ അല്പം കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങ് വരേണ്ടി വരും. ഇതാ സാരി ഗാമ പ, കണ്ടോ? എന്നിട്ട് ദ നീ സ. അതുപോലെ സാ നീ ദ പ മാ ഗ രി സ. സാരി ഗാമ. Just slide your second finger and thumb together. Okay. Pa. Then da ni sa. Ada first string. Then sa ni da pa. See. Ma third finger. You have to slide again like this. Pa ma